ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണ് USA ഇസ്രായേൽ വേഴ്സസ് ഇറാൻ എന്ന് പറയുന്ന വാർ. ഇത് വെറും ഒരു വാറല്ല, ഇതിന് പിന്നിൽ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്, കൺഫ്ലിക്ട്സ് ഉണ്ട്, പ്രോക്സി വാറുണ്ട്. ഇസ്രായേലും USA എന്നും പറഞ്ഞ രണ്ട് രാജ്യങ്ങളുമായി സെപ്പറേറ്റ് രീതിയിൽ ഇറാനുള്ള കുറേ കൺഫ്ലിക്ട്സ് ആണ് ഇന്ന് നമ്മൾ കാണുന്നൊരു ഹ്യൂജ് വാർ, അല്ലെങ്കിൽ വേൾഡ് വാർ 3 എന്നൊക്കെ വിളിക്കുന്ന രീതിയിലേക്ക് ഉയർന്നിരിക്കുന്നത്. അങ്ങനെ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ബോംബ് ചെയ്യുന്നു, ഇറാൻ തിരിച്ചവരെ ബോംബ് ചെയ്യുന്നു, ബേസുകൾ തകർക്കുന്നു. അതിൻ്റെ കൂടെ മറ്റു പല രാജ്യങ്ങളിലും ബോംബുകൾ വീഴുന്നു, മിസൈലുകൾ വീഴുന്നു. ചുരുക്കി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഒരു വാർ ഗ്രൗണ്ടായി മാറിയിരിക്കുകയാണ്. പണ്ട് തൊട്ടേ നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു വാർ ഗ്രൗണ്ടാണ്. പ്രോക്സി വാർ, ടെററിസ്റ്റ് ഫൈറ്റ്, എപ്പോഴും അവിടെ ഫൈറ്റാണ്. പക്ഷേ ഈ ഫൈറ്റും വാറും മാത്രമല്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ കുറേ ഹിസ്റ്ററിയും സ്റ്റോറീസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഈ കൺഫ്ലിക്റ്റുകളിൽ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒമാൻ ഇതൊക്കെ നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല, സക്സസ്ഫുൾ ആയിട്ടില്ല ഒന്നും. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ USA എന്ന് പറയുന്ന രാജ്യവും ഇറാൻ എന്ന് പറയുന്ന രാജ്യവും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 1950s ആണ്. ആ സമയത്ത് കോൾഡ് വാർ എറയായിരുന്നു. ആ സമയം ഇറാനിൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വരികയും അവരവിടുത്തെ ഓയിലൊക്കെ നാഷണലൈസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ UK-ക്കും അമേരിക്കയ്ക്കും അവിടെ വലിയ റോൾ ഇല്ലാതായി. അതുകൊണ്ട് തന്നെ അമേരിക്ക ആ ഒരു ഗവൺമെൻറ്റിനെ എതിർക്കുകയും അതുപോലെ തന്നെ അവിടെ ഒരു പ്രോ US ആയിട്ടുള്ള ഗവൺമെൻറ് വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ UK-യും USA-യും കൂടി അവിടുത്തെ ആ ഗവൺമെൻറ്റിനെ ഓവർത്രോ ചെയ്യുകയും പുതിയൊരു പ്രോ US ഷാ ഭരണം കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് ഈ കൺഫ്ലിക്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ടെഹ്റാനിലെ US എംബസിയിൽ അമേരിക്കൻ ഡിപ്ലോമാറ്റ്സിന്, അല്ലെങ്കിൽ അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാരെ ഏകദേശം 400 ദിവസത്തിന് മേളിൽ ഹോസ്റ്റേജ് ആയിട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ആക്ച്വലി ഈ ഇഷ്യൂവിനെ ശരിക്കും അങ്ങോട്ട് മൂപ്പിച്ചത്. അതായത് അമേരിക്കയ്ക്ക് ഇറാനോടുള്ളൊരു എതിർപ്പ് കൂടാനായിട്ടുള്ള മെയിൻ കാരണം അതാണ്. സോ അമേരിക്കയുടെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും അവരുടെ ആൾക്കാരെ 400 ദിവസത്തിന് മേളിൽ ഹോസ്റ്റേജ് ആയിട്ട് വെച്ചൊരു കൺട്രിയിൽ ന്യൂക്ലിയർ വെപ്പൺസും അല്ലെങ്കിൽ വെപ്പൺ ഡെവലപ്മെൻറ്റും വന്നു കഴിഞ്ഞാൽ അത് അവർക്കൊരു ഭീഷണിയല്ലേ, അവരുടെ അലൈസിന് ഒരു ഭീഷണിയല്ലേ എന്നുള്ളൊരു ചിന്തയാണ് അമേരിക്ക വരാനായിട്ടുള്ള ഇഷ്യൂ ഇത്രയും മൂന്ന് നിൽക്കുന്നതിനുള്ള കാരണം ഏതൊരു രാജ്യവും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അവരുടെ ആൾക്കാരെ ഹോസ്റ്റേജ് ആയിട്ട് പിടിച്ചു വെക്കുകയും അതും 400 ദിവസത്തിന് മുകളിലൊക്കെ ഹോസ്റ്റേജ് ആയിട്ട് പിടിച്ചു വെക്കുകയും ചെയ്യുമ്പോഴത്തേക്കും എസ്പെഷ്യലി അമേരിക്ക പോലൊരു രാജ്യം അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. എസ്പെഷ്യലി അവരുടെ ഈ ഒരു ഇവൻ്റൊക്കെ സ്റ്റാർട്ടാകാൻ കാരണം കോൾഡ് വാറാണ്. സോവിയറ്റ് യൂണിയൻ അപ്പുറത്ത് ഒപ്പോസ് ചെയ്യുന്നുള്ളതുകൊണ്ടും ഒക്കെയാണ് ഇത് സ്റ്റാർട്ടായത്. അതുപോലെ 79 ആ ഒരു ഇഷ്യൂ അത് കുറച്ചുകൂടി അങ്ങോട്ട് മൂപ്പിച്ചു, ഇന്ന് നമ്മൾ കാണുന്ന ലെവലിലേക്ക് ഉയർന്നു. കാരണം ന്യൂക്ലിയർ വെപ്പൺസ് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഭീഷണിയാണ്, അലൈസിന് ഭീഷണിയാണ്. സോ അമേരിക്കയുടെ ന്യായീകരണം എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനും 79 ഇസ്ലാമിക് റെവല്യൂഷന് മുമ്പ് വരെ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്ലൈറ്റ് സർവീസ്, ഒരുമിച്ചുള്ള ഡെവലപ്മെൻറ്റ്, ഇൻവെൻഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന രീതിയിലായിരുന്നു അവർ. പിന്നീട് ആ ഒരു കൺഫ്ലിക്റ്റിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു ഇസ്ലാമിക് റെവല്യൂഷന് ശേഷമാണ് അവർ എനിമീസ് ആയത്. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പെർസ്പെക്റ്റീവ് മാറി. പാലസ്തീൻ സപ്പോർട്ടിന് വേണ്ടി അവർക്ക് ഇസ്രായേലിനെ ഡിസോൺ ചെയ്യേണ്ടി വന്നു. ഇസ്രായേൽ എനിമിയായി, അവർ ലോകത്തിൽ കാണാൻ പാടില്ല എന്ന രീതിയിലേക്ക് ഒരു ചിന്താഗതിയിലേക്ക് ഉയരുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ എനിമിയാകുകയും ചെയ്തു, ഇറാൻ ഒറ്റയ്ക്കാകുകയും ചെയ്തു. ആ സെയിം ഗോസ് ടു US ഇറാൻ ബന്ധം. അവിടെ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇറാൻ ഒറ്റപ്പെടുകയും US-ന് ഇവർ എനിമിയാകുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ്റെ കുറച്ച് മിസ്റ്റേക്സ് ആണ്. അവർ ഡിപ്ലോമാറ്റിക്കലി എടുത്തേക്കുന്ന ഒരുപാട് മിസ്റ്റേക്സ് കാരണമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു കൺഫ്ലിക്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇഫ് ഇറാൻ കുഡ് ടേൺ ബാക്ക് ടൈം, ദേ കുഡ് ഡെഫിനറ്റ്ലി മേക്ക് ഓൾ ദിസ് ഗോ അവേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈ മിഡിൽ ഈസ്റ്റിലെ പ്രോക്സി വാറുകൾ, സിറിയ, യമന്, ലെബനോന്, ഇറാഖ്, ഇങ്ങനത്തെ പ്രോക്സി വാറില്ലേ, ഇതിൽ മുഴുവൻ എന്നാൽ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ ഫണ്ട് ചെയ്തേക്കുന്നവരാണ്, ഇറാനാണ്. ഇത്രയും സുന്ദരമായിട്ടുള്ള രാജ്യങ്ങളെ നശിപ്പിച്ചത്. ഇപ്പം അമേരിക്ക വന്ന് ഫൈറ്റ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഗൈസ്, ഇവിടെ ഇതൊക്കെ ഫണ്ട് ചെയ്ത് വിടുന്നതാരാണ്? ആ സ്ഥലങ്ങളിൽ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിനെ ഫണ്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ട് വന്നതാരാണ്? ഇറാനാണ്. നിങ്ങൾ ഇന്ന് കാണുന്ന സുന്ദരമായിട്ടുള്ള മിഡിൽ ഈസ്റ്റിനെ അമേരിക്ക കൊന്നു, ഇസ്രായേൽ കൊന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഗൈസ്, അവിടെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ മൊത്തം ഫണ്ട് ചെയ്തേക്കുന്ന ഇറാനാണ്. ഈ പ്രോക്സി വാർ മൊത്തം നടത്തിയേക്കുന്ന ഇറാനാണ്. ഇൻ ദ എൻഡ് USA-നെ കുറ്റം പറയുമ്പോഴത്തേക്കും US ഈസ് ജസ്റ്റ് ട്രൈങ് ടു പ്ലേ സേഫ്. കാരണം ആ സമയത്ത് കോൾഡ് വാർ ആയിരുന്നു, അവർക്ക് സോവിയറ്റ് യൂണിയൻ അപ്പർ ഹാൻഡ് കൊടുക്കാൻ പറ്റത്തില്ല. സോ അന്ന് അവർ അങ്ങോട്ട് കാര്യം ചെയ്യേണ്ടി വന്നു. ഇസ്രായേൽ ഇറാൻ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇസ്ലാമിക് റെവല്യൂഷൻ കാരണം അത് നശിച്ചു. പിന്നീട് ഇറാൻ്റെ പ്രോക്സി വാർ, സിറിയ, യമൻ, ലെബനോൻ, ഇറാഖ്, അവിടെയൊക്കെ ഒരുപാട് കുട്ടികൾ, അമ്മമാരൊക്കെ മരിച്ചത് ഈ പ്രോക്സി വാർ കാരണമാണ്. അല്ലാതെ അമേരിക്ക വന്ന് അടിച്ചുകൊണ്ടല്ല. അമേരിക്ക വന്ന് അടിച്ചു, ഇറാൻ ഫണ്ട് ചെയ്യുന്നുണ്ട് പ്രോക്സി വാറുകളെ. ദാറ്റ്സ് ഇറ്റ്. ഇവിടുത്തെ ഫുൾ ഇഷ്യൂവിന് കാരണം ഒറ്റ രാജ്യമാണ് ഇറാൻ. അവർ കുറച്ച് സേഫായിട്ട് പ്ലേ ചെയ്തിരുന്നെങ്കിൽ, അവർ കൃത്യമായിട്ട് ബോധപൂർവ്വം ഓരോരോ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്നൊന്നും സംഭവിക്കില്ലായിരുന്നു. പീപ്പിൾ ജസ്റ്റ് ബ്ലെയിം ഇസ്രായേൽ ആൻഡ് USA. ഡെഫിനറ്റ്ലി ബോംബ് ഇടുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും ആൾക്കാർ മരിക്കും. വി വിൽ ബ്ലെയിം എവരിബഡി. ഒരാളെ തന്നെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ബ്ലെയിം ചെയ്യുവാണെങ്കിൽ എല്ലാവരെയും ബ്ലെയിം ചെയ്യുക. സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സൈഡ് പിടിക്കാൻ പറ്റത്തില്ല അവിടെ. കാരണം ബോത്ത് പാർട്ടീസ് ഹവ് ഡൺ ഡാമേജ്, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഡാമേജ് ഈസ് ഡൺ ബൈ ഇറാൻ ത്രൂ ഔട്ട് ഹിസ്റ്ററി. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ.
എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നത് കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് കവർ ചെയ്തെന്ന് മാത്രം.